നേരിട്ടറിഞ്ഞ കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളതെന്ന് ഗായിക ഗൗരി ലക്ഷ്മി 24-നോട്. ദുരനുഭവം നടികൾക്ക് മാത്രമല്ല, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെല്ലാം നേരിടുന്നുണ്ട്. എതിർത്തു നിന്നതിന്റെ പേരിലും പ്രതിഫലം ആവശ്യപ്പെട്ടതിനും അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്ന് ഗൗരി ലക്ഷ്മി തുറന്നു പറയുന്നു. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. റിപ്പോർട്ടിൽ പറയുന്നത് പല പ്രമുഖ നടന്മാരടക്കം വഴിവിട്ട കാര്യങ്ങൾക്ക് വേണ്ടി നിർബന്ധിക്കുന്ന തരത്തിലൊരു പരാമർശങ്ങൾ, അത്തരം മൊഴികളൊക്കെ നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് റിപ്പോർട്ടിനെ പൊതുവെ കാണുന്നത്? അല്ല, ഇതിപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇൻഡസ്ട്രിക്കുള്ളിൽ നിൽക്കുന്ന ഒരു ആളെന്നുള്ള രീതിയിൽ കേട്ടും കണ്ടും നേരിട്ട് കിട്ടിയിട്ടൊക്കെ ഉള്ള ഒരു കാര്യം ഇപ്പം എല്ലായിടത്തും ന്യൂസ് ചാനൽ വരുന്നു എന്ന് മാത്രമേ നമുക്കുള്ളൂ. ഞാൻ നടിയല്ല, ഐ എം എ സിംഗർ. അപ്പോൾ ഇത് നടിമാർ മാത്രം അല്ലെങ്കിൽ ഇപ്പം ക്യാമറയ്ക്ക് പുറകിലോ ക്യാമറയ്ക്ക് മുന്നിലോ മാത്രമുള്ള ആളുകൾ മാത്രം ഫേസ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ സിംഗേഴ്സായിട്ടും ജനറലി ആർട്ട് ഇൻഡസ്ട്രിയിൽ ടെക്നീഷ്യൻസും എല്ലാം ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ജസ്റ്റ് ഇപ്പം എല്ലാവരും പറഞ്ഞ് നടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മേഖലയിലേക്ക് കടന്നു വരുന്നതിനെ ഭയപ്പെടുന്ന ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ എന്ത് തരത്തിലുള്ള മാറ്റമാണ് സിനിമയിൽ അടിമുടി വേണ്ടത്? വളരെ ഒരു മെയിൽ ആണുങ്ങൾ ഭരിക്കുന്നൊരു ഇൻഡസ്ട്രി തന്നെയാണ് മൂവി ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആർട്ട് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പവറും അല്ലെങ്കിൽ ഹോൾഡും ഉള്ള ഒരു ഡിസിഷൻ മേക്കേഴ്സിൻ്റെ കൂട്ടത്തിൽ കൂടുതൽ സ്ത്രീകൾ വരികയും അത് ഇപ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല, പുതിയ ആളുകൾ വരുമ്പോൾ പോലും അവർക്ക് ഈ ഒരു ആക്സസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ഗൗരി പറഞ്ഞു, അതായത് എല്ലാ മേഖലയിലും ഇപ്പോൾ ഈ ഗായികൾക്ക് പോലും അത്തരം അനുഭവങ്ങൾ നേരിടേണ്ട അവസ്ഥ മലയാള സിനിമയിൽ നേരിടുന്നുണ്ട്. ഉറപ്പായിട്ടും ഞാൻ കാസിനോ എന്നുള്ള മൂവിയിൽ ഫസ്റ്റ് വരുമ്പോഴേക്കും ഈ 13 വയസ്സിൽ ചെയ്ത പാട്ട് വഴിയാണല്ലോ ഞാൻ വരുന്നത്. അപ്പം ഈ ഒരു മൂവി ഇൻഡസ്ട്രി ആയിട്ട് എനിക്ക് എക്സ്പോഷർ വരുന്നത് 15 വയസ്സിലാണ്. 15 വയസ്സിൽ വരുന്ന എനിക്ക് എൻ്റെ അടുത്ത് ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ വാസ് 32 or 35 years old അന്ന്. സോ ബേസിക്കലി മറ്റേ പീഡോഫീലിയാണ് അവിടെ നടക്കുന്നത്. കരിയോഗ്രാഫ് നോക്കുമ്പോൾ ഓരോ വർഷത്തിൽ ഒരു പാട്ട്, ചില വർഷങ്ങളിൽ 2 പാട്ട്, അത് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഇതിന്റെ ഭാഗമായുള്ളൊരു ഒരു പരിധി വരെ യു ക്യാൻ സേ ലൈക്ക് ഞാനായിട്ട് ഇതിൻ്റെ പുറകെ ഒരുപാട് പെർസ്യൂ ചെയ്യാത്തൊരു റീസൺ ഉണ്ട്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് സെക്ഷൽ അബ്യൂസ് ലൈക്ക് സെക്ഷുവലി നമ്മൾ ഫേവറബിൾ ആയാൽ മാത്രമേ ഓപ്പർച്യൂണിറ്റി തരുള്ളൂ എന്ന് പറയുന്ന ആളുകൾ ഇവിടെയുണ്ട്. പേയ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത കേസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഡ്രഗ്സ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്കിവിടെ നിലനിൽപ്പുള്ളൂ. ഈ ഗ്യാങ്ങുകളുടെ ഭാഗമാണെങ്കിൽ നമ്മളെ സോഷ്യലൈസിങ് എന്ന് പറയുന്നൊരു ഭാഗമാണ് സെക്ഷുവലി നമ്മൾ വഴങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഭാഗമാവുന്നതിൻ്റെ ഭാഗമാണ് എന്നുള്ളൊരു ചിന്താഗതി എന്നാണല്ലോ പല പുതിയ ആളുകളും വന്നതിൽ പെടുന്നത്. തുല്യത എന്നും പോരാടുന്ന ഒരു കാര്യമാണ്. തുല്യതയ്ക്ക് വേണ്ടിയിട്ട് അതിന് എത്ര കാലം മലയാള സിനിമയിൽ കാത്തിരിക്കേണ്ടി വരും? കർത്താവിനറിയാം. WCCയുടെ പോരാട്ടത്തെ എങ്ങനെ കാണും? ആ ഒരു സമയത്ത് വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു ഇൻസിഡൻ്റ് എന്നാണ് ഇതുണ്ടായതെങ്കിലും പക്ഷെ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പുറത്താൾ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. മറ്റ് അന്യഭാഷാ ചിത്രങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്. തമിഴ് ഇൻഡസ്ട്രി തന്നെയാണെങ്കിൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ മാത്രമല്ല, റേസിസം ഭയങ്കര ആക്റ്റീവാണ്.